സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത. സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ ചർച്ച എന്തിന് എന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ചോദിക്കുകയാണ്. ചർച്ചയാകാമെന്നുമെന്നാൽ തീരുമാനം മാറ്റാനല്ല ചർച്ചയെന്നുമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ചർച്ചയൊക്കെ നടത്താം, എന്താ ചർച്ച ചെയ്യാൻ? അത് നിങ്ങളെ സമസ്തയെ ബോധ്യപ്പെടുത്തുക എന്തിനാണ് സ്കൂൾ സമയമാറ്റം എന്നുള്ളത്. അതിനാണല്ലേ? ഇതിൽ പറഞ്ഞാൽ മതിയല്ലോ, ചർച്ച ഉണ്ടല്ലോ. നിങ്ങൾ പിടിച്ചുകൊടുക്കുന്ന ഒരാൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് കേട്ടാലും മതിയല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ചർച്ച എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഏതാണ് ഒരു നല്ല രൂപത്തിലെത്തുന്നതിൽ ചർച്ച എന്ന് പറയലേ, അതിലേക്ക് വരണമല്ലോ. ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറയുകയും തീരുമാനത്തിൽ പിന്നോട്ടില്ല എന്ന് പറയുന്ന ഒരു പരിഹാസമല്ലേ? എന്നു പറയണ്ട, നമ്മളിപ്പം പിന്നെ ചർച്ചയ്ക്ക് വിളിക്കട്ടെ, അപ്പം ഉണ്ടാവില്ല രൂപം. ചർച്ച വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കട്ടെ, അപ്പം നമുക്ക് പോവാം. നമ്മൾ തയ്യാറാണ് പോകാൻ. അതെന്താ മൂപ്പര് ശൈലി ആയിരിക്കും, അത് നമുക്കറിയില്ല. മൂപ്പരോട് ചോദിക്കണം. നിങ്ങൾ മൂപ്പരെ കാണില്ലേ? കണ്ടു പറയും, ചോദിക്കുക, അവരോട് ചോദിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് വിളിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് എന്താക്കും, ചർച്ച ചെയ്യും. പിന്നോട്ടില്ലാന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ചർച്ചയ്ക്കൊരു സാധ്യത ഉണ്ടോ? ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും. ചർച്ച ചെയ്താൽ ഫലം ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാർ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിനൊരു ഫലം കിട്ടും. അപ്പം ചർച്ചയ്ക്ക് വരട്ടെ, ബാക്കി കാര്യം പിന്നെ പറയാം. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും, ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അതേ നമുക്ക് പറയാനുള്ളൂ. നിഖിൽ പ്രമേഷ വാർത്തകൾ നിർമ്മിച്ചായിരുന്നു. നിഖിൽ, ഇടതനുകൂല നിലപാടിന്റെ പേരിൽ സമസ്തയ്ക്കുള്ളിൽ വിമർശനം നേരിടുന്ന ആളാണ് ഉമർ ഫൈസി മുക്കം. അപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെയായി ഏതാണ്ട് രൂക്ഷമായ ഭാഷയിലാണ് ഉമർ ഫൈസിയുടെ പ്രതികരണം സർക്കാരിന്റെ സമയമാറ്റത്തോടും ചർച്ചയോടും ചർച്ചാ സന്നദ്ധതയോടൊക്കെ. നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഈ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാരും സമസ്തയും നേർക്കുനേർ എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വരുന്നത്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ സർക്കാർ നിലപാടുകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിനെ അനുകൂലിച്ച് പല തവണ രംഗത്തെത്തിയിട്ടുള്ള ആളാണ്. എന്നിരിക്കെ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ കാണിച്ച സൗണ്ട് ബൈറ്റിനപ്പുറം അല്പം കൂടി വിശദമായ തരത്തിൽ അദ്ദേഹം അതിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഈ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ച എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മുസ്ലിം സമുദായത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അതിനെ അവഗണിച്ചാൽ അതിൻ്റെ തിക്തഫലം സർക്കാർ അനുഭവിക്കേണ്ടി വരുമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് സമസ്ത തയ്യാറാണ്. മനുഷ്യന്മാർ മുഖത്തോട് മുഖം ചേർന്നിരുന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചയല്ല, തങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ചർച്ചയുടെ കാര്യമില്ലല്ലോ, അത് ഫലം കാണില്ലല്ലോ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യാറ് സാധാരണ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണ്. ഇപ്പോൾ സ്വീകരിക്കുന്നത് അതൊരു ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് എന്ന് കൂടി ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും സംസ്ഥയുടെ നേതൃയോഗം ഇപ്പോൾ കോഴിക്കോട് സുപ്രഭാതത്തിന്റെ ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും അവരുടെ വാർഷിക പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട് കൂടി ഈ യോഗത്തിൽ സജീവ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഈ വിഷയം വിദ്യാഭ്യാസ സമിതിയുടെ യോഗമാണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ കൂടി ഇക്കാര്യത്തിൽ ഈ സമയമാറ്റത്തിൽ പുറകോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉയരുന്നത്. എന്തായാലും സംസ്ഥാന യോഗം ഇപ്പോൾ കോഴിക്കോട് പുരോഗമിക്കുകയാണ്. ഹാഷ്മി.